സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ CPM ഭാരവാഹികൾക്കോ ഇയാള് ബികോം തോറ്റല്ലോ, ബികോം തോറ്റാൽ എങ്ങനെയാണ് എംകോമിന് ചേരുക എന്നുള്ള ഭാഗികമായ സംശയം. കായംകുളം MSM കോളേജിലാണ് ഈ വിദ്യാർത്ഥി ബികോമിന് പഠിക്കുന്നത്. സെമസ്റ്ററാണ്, 6 സെമസ്റ്റർ പരീക്ഷ എഴുതിയതിനു ശേഷം ഇദ്ദേഹം കോഴ്സ് വിജയിക്കുന്നില്ല. ബികോം തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ആ കോളേജ് എംകോമിന് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ? അതേ ഡിപ്പാർട്ട്മെന്റിൽ അതേ HOD, അതേ അധ്യാപകർ, അതേ പ്രിൻസിപ്പൽ. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഇയാള് ബികോം തോറ്റല്ലോ, ബികോം തോറ്റാൾ എങ്ങനെയാണ് എംകോമിന് ചേരുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ സംശയം. സ്വാഭാവികമായും അദ്ദേഹം ആ ഘട്ടത്തിൽ ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. പറ്റില്ലല്ലോ. അല്ല, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പക്ഷോ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കലിംഗ സർവകലാശാലയിൽ മുഴുവൻ പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിഖിൽ, മുഴുവൻ പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾക്ക് ലഭിച്ച ഡോക്യുമെന്റുകൾ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സെമിസ്റ്റർ മാർക്ക് ലിസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടുന്ന നിലയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിലയുണ്ടായി. ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ച ഘട്ടത്തിലാണ് ഞങ്ങൾ സർവകലാശാലയെ ബന്ധപ്പെടുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകൾ പറയല എന്റെ ഹോബി. കാര്യമുണ്ട്. ഒന്ന്, ഈ കോഴ്സ് സർട്ടിഫിക്കറ്റുള്ള കോഴ്സിന്റെ പേര് പോലും തെറ്റാണ്. മര്യാദക്ക് കോഴ്സിന്റെ പേരെങ്കിലും ശരിയാക്കി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. കോഴ്സിന്റെ പേര് തെറ്റാണ്. ഇത് ഇയർലി കോഴ്സ് ആയിട്ടാണ് സർട്ടിഫിക്കറ്റ്. യഥാർത്ഥത്തിൽ അവിടുത്തെ കോഴ്സ് സെമസ്റ്റർ ബേസ്ഡ് ആണ്. തരത്തിലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിൽ ഗ്രാഹ്യമുള്ള ആളെ സംബന്ധിച്ച് ഒറ്റനോട്ടത്തിൽ വ്യാജമെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിർത്തി അവമാനിക്കുവാണെന്ന്